നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇതിന് ഞാൻ എന്തെങ്കിലും പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ ഓടും. ശോഭ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ കുറേ ചെടി നട്ടുപിടിപ്പിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇവനും മമ്മിയുണ്ട് കൂടെ. ഇവർ നിലത്തിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഓട്ടിക്കയറ്റമാണ് പരിപാടി. ഇപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ പിടിക്കാൻ പോയി അമ്മയൊന്ന് നിലത്ത് വീണിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു അടയ്ക്കാമരമാണ് കേട്ടോ ഇത്. ഈ അടയ്ക്കാമരത്തിൻ്റെ മുകളിലേക്ക് ഞാൻ പറയാം ഒരു ചെടി കൊണ്ടിട്ട് പണ്ടെങ്ങാണ്ട് ഒരു ചെടി കൊണ്ട് നട്ടു വെച്ചായിരുന്നതാണ്. അതിപ്പോൾ വളർന്ന് അതിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റാണ്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ചെടി എന്ന് പറയണത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ ചട്ടിയിലൊക്കെ നട്ടുകൊണ്ടിരിക്കുന്ന ഈ പടർന്നു കയറുന്ന ചെടി മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് അങ്ങനത്തെ പ്ലാന്റ് മറ്റേ പ്ലാന്റ് എന്നൊക്കെ പറയും കേട്ടോ. അത് കൂട്ടൊരു ചെടിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ട് ഭയങ്കരമായിട്ട് ഈ മുകളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ ഈ ചെടി. അപ്പോൾ മുകളിലേക്ക് എത്തില്ലാത്തതുകൊണ്ട് താഴ്ന്ന് വെട്ടിയിട്ട് ഉണക്കി കളയാനാണ് പ്ലാൻ. നല്ല ചെടിയുണ്ടോ നടാൻ? ചെടി നടാലേ ചട്ടിയിൽ നടാൻ നല്ല ചെടിയാണ്. അതെ ഈ ചട്ടിയിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ടോ? അവിടെ എങ്ങാണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഷുഡു എന്ത് ചെയ്ത് നോക്കാം. ഷുഡു അമ്മയുടെ ഒടുവിനെ കാണുന്നില്ല. ഷുഡു ഇതേ ഇറങ്ങിയിരുന്നു. ഈ ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ നട്ട് വെച്ചേർന്ന ചെടിയാണ് കേട്ടോ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പണ്ട് ചെറുപ്പത്തിലേ നട്ട് വെച്ചേർന്നതാണ്. ഇത് പോയാലും ഉണ്ടായി വരും. ഉള്ളി ഇതിൻ്റെ പേരെന്താണോ അറിയത്തില്ല. അറിയാന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കല്ലല്ല നമ്മുടെ കിഴങ്ങിൻ്റെ കഷ്ണം പോലെ വെളുത്തുള്ളി കണക്ക് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് പോണുണ്ട് കേട്ടോ. അടുത്ത പരിപാടിക്ക് വേണ്ടി പോവാണ്. ഷുഡുവിൻ്റെ ബെൽറ്റ് വരാറായിട്ടോ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വാ. പോണ് തുള്ളി ആരെങ്കിലും പുറകെ ചെല്ലുകയാണെന്ന് പറഞ്ഞാൽ ഓടിക്കുള്ളൂ അവൻ. ഇതായിരുന്നു നമ്മൾ പണ്ട് നിലത്തേക്കൂടെ വെച്ചിട്ടുണ്ടായിരുന്ന ചെടി. ഇതിൽ കൂടെ ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വീണ്ടും വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ലതേ. അരിച്ചരിച്ച് പോയി നിൽക്കണമുണ്ടോ? ഇത് നമ്മുടെ ഒരു കപ്പളായിരുന്നു കേട്ടോ. ഈ കപ്പളം ഞാൻ പറയാം, ഞാൻ തിരുവനന്തപുരം പോയിട്ട് വന്നേ പിന്നെ ഞാൻ തോന്നുന്നത് മറിഞ്ഞു കിടക്കണ കപ്പളാണ് കേട്ടോ. പണ്ടേക്ക് തൊട്ടുള്ള കപ്പള. ഇവിടെ എല്ലാം പണ്ടേക്ക് തൊട്ടുള്ള ചെടികളും മരങ്ങളുമാണ്. അതെ, ഇതൊക്കെ ഈ ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടിൽ പണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ യെല്ലോ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. നല്ല ഷെയ്ഡാണ്. ഇത് നമ്മുടെ മറ്റേ കട്ടകളാണ് കേട്ടോ. കട്ടകൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടി. ഇതേ കറങ്ങി വരുത്തേ. ഇതിന് എവിടെ കൊണ്ടുവന്നിട്ടാലും കറക്കി തിരിഞ്ഞത് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പുറത്തേടെ കറക്കി വിട്ടതാണ്. ഒരു വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല. ഈ കണക്കിന് പോയി ഞാൻ അകത്ത് കൊണ്ടുവന്ന് കേട്ടു കേട്ടോ. സിംബനെ മര്യാദ പഠിപ്പിക്കണേ ഞൂഞ്ഞുവാണ് കേട്ടാ. ഞാൻ മടുത്തു അവൻ്റെ പുറകെ ഓടി. അവനൊരു മടുപ്പില്ല. അയ്യോ ഇത് നടണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുകയാണ് മാതാശ്രീ. എന്തായാലും ഞാനും ഓക്കെയാണ് കേട്ടാ. കഷ്ണാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നടാം നമുക്ക്. പറ എന്ത് ചെയ്യണം എന്താ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പടി പഠിച്ചു. പിന്നെ ഇതൊക്കെ കണ്ടോ ഗൈസ്, എൻ്റെ സിമ്പടു എന്നെ ഓടിച്ചതാണ്. ഇത് കണ്ടോ, സിമ്പൻ്റെ പുറകെ ഓടിയ മമ്മിയാണ് കേട്ടോ. ഓടിച്ച് അവൻ വീണു. ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വഴി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ വഴി വരുന്നത്. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മുടെ സൈഡ് വഴി ഇങ്ങനെ നട്ടിരിക്കുന്നത് പോലെ നമ്മുടെ രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ നടാൻ വേണ്ടിയിട്ടാണ് മനസ്സിൽ ബോധം എന്നാ ഇതിന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബ്രൗൺ ചെടി നടണം. ബ്രൗൺ ചെടി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ ചില എന്താ പറയണേ
ഇതെവിടെ കാണാറുള്ളത് നമ്മൾ ഈ ചില റോഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ കാണാം. പാലക്കാട് ആ റൂട്ട് അല്ല, പാലക്കാടൊക്കെ പോകുമ്പോൾ അല്ലേ, അവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ചെടി തന്നെ അവിടെ നടണോ അതോ ഇനിയിപ്പോൾ ഈ ഗ്രീൻ തന്നെ നടണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, മമ്മി ഇവിടെ എന്തോ പറയുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. വെയിലടിച്ചെങ്കിൽ നല്ല കളർ കിട്ടിയാണ്. അത് വെയിലില്ലാത്ത നട്ടിട്ട് നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്താനുള്ള ചെടിയായിരുന്നു. പക്ഷെ ഇവിടെ തണലാണ്. തണലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ചുറ്റും റബ്ബറുണ്ട്, തെങ്ങുണ്ട്, റംബുട്ടാനായിട്ട്, വാഴയായിട്ട് ഞങ്ങളത് കേട്ടോ. വാഴ, പേര, ചക്ക, മാങ്ങ അങ്ങനെയായിട്ട് ഫുള്ള് നിൽക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടയ്ക്കാമരം ഉൾപ്പെടെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം. ഏത് നല്ല രസമുണ്ട്. അപ്പോൾ അവന് ഇവിടെ കിടന്ന് ഭയങ്കര അടിയായതുകൊണ്ട് ഇറക്കി ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടം. അതുകൊണ്ട് ഞാൻ അകത്ത് കയറ്റി ഇരുത്തിയൊക്കെയാണ് ഞാൻ കാണിച്ചത്. അവിടെ കിടന്ന് കുറച്ച് പൊളിക്കണുണ്ട് അല്ലേ പൊന്നി? അമ്മയുടെ പൊന്നാണോ ഇത്? ഇതാണ് അമ്മയുടെ പൊന്ന്. അമ്മയുടെ പൊന്നിനെ കൊണ്ടുപോയില്ലെന്ന് ആണോ? പരാതി പറയാം, പരാതി. പോയി പെരിക്കത്ത് വരും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് റംബൂട്ടാൻ്റെ വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാമേ. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി പഴുത്തിട്ടില്ല, പച്ചയാണ് കേട്ടോ. ഉണ്ടായിരുന്നതൊക്കെ അച്ചാറിടാൻ വേണ്ടിയിട്ട് അമ്മ ഇന്ന് പറിച്ചു വെച്ചു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അച്ചാറിട്ടതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചേക്കാണ്. ഈ താഴെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വന്നേക്ക് മുന്നേ എല്ലാം പറിച്ചു വെച്ചു. അല്ലെങ്കിൽ ഞാനത് ബ്ലോഗായിട്ട് എടുത്താണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് അണ്ണാന്മാരുടെ ശല്യമാണ്. അപ്പോൾ ഒരെണ്ണം പോലും നമുക്ക് കിട്ടത്തില്ല. അവിടെ ആ സൈഡിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചുമന്നതൊക്കെ അവൻ പകുതി കടിച്ചിട്ടിട്ടേക്കുന്നതായിട്ട് കാണാനൊക്കെ പറ്റും. ഈ ചെടിയൊക്കെയാണ് നമ്മൾ പറിച്ചെടുക്കാനുണ്ടാകുന്നത്. കുറേ വേസ്റ്റ് ആയിട്ടുള്ള ചെടികൾ നമുക്കുണ്ട് കേട്ടോ. കുറേന്ന് വെച്ചാൽ കുറേ. അവിടെ അമ്മ ഇതുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കസിൻ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പണ്ട് വീടൊക്കെ വെച്ച് കെട്ടാനായിട്ട് കണ്ണി കണ്ട ഈ ഓലയും പോയിട്ട് ഈ അടക്കയുടെ ഓലയ്ക്ക് എന്താ പറയണേ? അടക്കയുടെ അല അടക്കാമരത്തിൻ്റെ കണങ്ങ് അതൊക്കെ തണങ്ങാണ്, സോറി. വീടൊക്കെ വെച്ച് കെട്ടാനായിട്ട് മാടം വെച്ച് കളിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത കാര്യമൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലൊക്കെ വരുന്നു. ഇപ്പോൾ പിള്ളേരൊക്കെ വലുതായി. പിള്ളേരുടെ പാട്ടിന് നടക്കുന്നു, ഞാൻ എൻ്റെ പാട്ടിന് നടക്കുന്നു. അതൊക്കെ പറയുമ്പോൾ മമ്മി ഇവിടുന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ചിരിയാണ്. ഇതുവരെ ഏത് ചെടിയാണ് നടേണ്ടതെന്ന് ഒരു ഐഡിയയും വന്നിട്ടില്ല. ഞാൻ വ്ളോഗ് എടുക്കാൻ തന്നെ കാരണം ഈ ഒരു ചെടി ഇവിടെ നടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അമ്മ എന്നെ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അമ്മയുടെ വീട്ടിൽ പോയി. ഞാൻ വീഡിയോ ഇട്ടില്ല. വീഡിയോ ഇടാനായിട്ട് ഫോൺ ഞാൻ സിംബനെ പിടിച്ചേക്കുന്ന കാരണം ഫോൺ ഞാൻ വണ്ടിയുടെ ഇതിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സിമ്മൻ്റെ ആദ്യത്തെ ഒരു റൈഡെന്ന് പറയാം, അമ്മയുടെ വീട് വരെ അവനെ കൊണ്ടുപോയി. അതാണ് അവൻ്റെ കാറിൽ ഇരുന്നിട്ടുള്ള ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചീര പോലെ നിൽക്കുന്ന എന്താണ് ശരിക്കും പേര് പറയുന്നത്, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ഒരുമാതിരി കോല് പോലെ വന്നിട്ട് ഒരു പിങ്ക് ഒരു വയലറ്റോട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളൊരു നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറായിട്ടുള്ള ആ ഒരു പൂ ഉണ്ടാകുന്ന ചെടിയാണ്. ചീരയുടെ അരി പോലെ അതിൻ്റെ തുമ്പത്തുനിന്ന് കിട്ടും. അപ്പോൾ ആ ചെടി നടണോ അതോ ഇനിയിപ്പോൾ അവിടെ നട്ടേക്കുന്ന പച്ച ചെടി തന്നെ നടണോ അതോ ഏതെങ്കിലുമൊക്കെ നടണോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. കണ്ട അമ്മയുടെ ഭയങ്കര ഇതാണ്. അമ്മ നട്ടേണ്ട ചെടി എല്ലാവരും കാണിക്കണം എന്നുള്ളതല്ലേ മമ്മി? ഇപ്പം തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. അതാണ് ഗൈസ് എൻ്റെ റൂം. ഇവിടെ അതാണ് എൻ്റെ റൂം. നമ്മുടെ കോവല് കഴിഞ്ഞ വീഡിയോനേക്കാളും കുറേയും കൂടി വലുതായി കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് കോവല് കാണുന്നത് ആ മാവിൻ്റെ ഇലയുടെ മുകളിൽ കാണുന്നത് കോവലാണ്. കട്ട 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 നിരത്തി വെച്ചേക്കുന്നു. ആ ചെടി തന്നെ ഇതിൽ രണ്ട് സൈഡ് നടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കില്ലല്ലോ.
നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഈ പച്ചച്ചെടി തന്നെ നടാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ചെടിയൊക്കെ സൈഡൊക്കെ വെട്ടി കളയേണ്ടതായിട്ടുണ്ട്. ഇത് ചെടി മാത്രമല്ല പുല്ലും കൂടി ഉണ്ട് കേട്ടോ. അത് ഈ നിൽക്കണതൊക്കെ പുല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടത് ഈ പട്ടത്തി എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ പിന്നെ കനകാമ്പരം എന്ന് പറയും കേട്ടോ. എന്താണെന്ന് അറിയില്ല, എല്ലാം കൊണ്ടും നാക്ക് പെശകുന്നു. കനകാമ്പരം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ ഇമ്പോർട്ട് ചെയ്തും കൂടി വരുന്നുണ്ട്. നല്ല തന്നെ ഇതൊക്കെ തന്നെ. ഈ വീട് പണ്ടത്തെ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ചെടിയൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പണ്ടെന്ന് വെച്ചാൽ അപ്പടി ചെടി എന്ന് പറഞ്ഞാൽ അപ്പടി ചെടിയായിരുന്നു. ഇവിടെ ഇത് ഒരു സാഹസികം നടക്കുന്നു. അനാക്കൊണ്ടയുടെ പോലെ ഉണ്ട്. വെട്ടുന്ന് തുണ്ടം രണ്ട് കണക്ക്, ആ പാട്ട് കേട്ടിട്ടില്ലേ ഗൈസ്? അതുപോലെയാണ് മമ്മി. ബാഹുബലി. ആരോടുള്ള വാശി തീർക്കുന്നതാന്ന് തോന്നുന്നു ഗൈസ്. ചിലവർക്കെന്ന് പറഞ്ഞാൽ ഈ കൂണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ കൂടെന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. പണ്ട് തൊട്ട് അങ്ങനെയാണ്. കൂടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഒരു ഇച്ചിരി കോളം എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നല്ലാണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് അമ്മയുടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെയും കൂണായിരുന്നു, വീട്ടിലും കൂണ്, ഇവിടെയും കൂണ്, എല്ലായിടത്തും കൂണോട് തന്നെ കൂണ്. ഇന്നും കിട്ടിയെന്ന് തോന്നുന്നു അമ്മ കൂണ്. ഇന്നും ഒരു കൂണ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൂണ് കിട്ടിയാലും ഒരു കുറേ പേർക്ക് കഴിക്കാനുള്ള തേങ്ങയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കും. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയുടെ വീട് പണ്ട് എവിടെയായിരുന്നു? വരിക്കോലിലായിരുന്നു കേട്ടോ. പുത്തൻകുരിശ് എന്നൊക്കെ പറയും. ആ സ്ഥലത്തായിരുന്നു. അവിടെ തൃപ്പൂണിത്തുറ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടൊരു പീസാണ് കേട്ടോ. ഇവിടെ മാത്രമേ ഇതിൻ്റെ പീസ് താഴത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത്. ഇത് വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ ഒരു ചെടി എന്ന് പറഞ്ഞാൽ. ഈ ഒരു ചെടി ഞാൻ പറയാം, മുല്ലപ്പൂവും അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് പൂവ്, നമ്മൾ തലയിൽ ചൂടുന്ന വൈറ്റ് പൂവിൻ്റെ കൂടെ കോർത്ത് കഴിഞ്ഞാൽ അടിപൊളി ഗംഭീരമാണ് കാണാനായിട്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു സിംബനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയിൽ നമ്മുടെ സിംബൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയിലൊരു വെള്ള കളർ പൂവും പ്ലസ് അതിൻ്റെ കൂടെയുള്ള പച്ച കളറ് ചെടി എന്ന് പറഞ്ഞാൽ തുളസിയൊന്നും അല്ല കേട്ടോ. അത് ഇതാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, നല്ല ഇല അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ലൊരു ചെടിയാണ്, നല്ല ഇലയാണ്, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ പൂവിൻ്റെ ഒക്കെ കൂടെ കോർത്ത് കഴിഞ്ഞാൽ മുല്ലയും ഇതും കൂടി നല്ല ചേർച്ചയായിരിക്കും. തുളസി പോലെ തന്നെ നിൽക്കും. രണ്ടിൻ്റെയും ഒരു കളർന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്കറിയാലോ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ വേസ്റ്റാണ് കേട്ടോ. ഇത് ഒരു കപ്പ് കൂടി കിടക്കുന്നുണ്ട് അവിടെ. ഇത്രയും വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലയ്ക്ക് കളറില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതല്ല നടുന്നത്. നമ്മൾ മറ്റേ അത് തന്നെ നടാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ലതായിരുന്നു ഇത്. നല്ല വയലറ്റ് ഷെയ്ഡായിട്ട് നിൽക്കും. ഇത് പിന്നെ കളറില്ലാത്തത് കൊണ്ട് നമ്മളിത് വിടുകയാണ്. ഇതിൻ്റെ കൊമ്പ് നമ്മളിത് ഫുള്ളായിട്ട് കളയല്ല. ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരികയാണ്.